ഈയിടെയായിട്ട് ഒരുപാട് മേക്കപ്പ് വീഡിയോസിൽ ഇൻക്ലൂഡിംഗ് മൈൻ നമ്മൾ കാണുന്നതാണ് സ്ട്രോബിംഗ് ക്രീം. സ്ട്രോബിംഗ് ക്രീം എന്താണെന്ന് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസും പ്ലസ് ഹൈഡ്രേഷനും കൂടെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇലൂമിനേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ് ഈ സ്ട്രോബിംഗ് ക്രീം എന്ന് പറയുന്നത്. മാക്കിന്റെ സ്ട്രോബിംഗ് ക്രീം ആണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിലെ ഏറ്റവും ബെസ്റ്റ്, ബട്ട് ഇറ്റ് ഇസ് ഹൈലി എക്സ്പെൻസീവ്. അതേപോലെ നല്ല സ്ട്രോബിംഗ് ക്രീം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ലാക്മേയുടെ ലൂമി ക്രീം ഉണ്ട്, ഷുഗർ കോസ്മെറ്റിക്സിന്റെ ഇലൂമിനേറ്റിംഗ് മോയ്സ്ചറൈസർ ഉണ്ട്. ഈ രണ്ട് ക്രീമും വളരെ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന സ്ട്രോബിംഗ് ക്രീംസ് ആണ്. രണ്ടും നല്ല ഹൈഡ്രേഷനും പ്ലസ് ഒരു ഗ്ലോ കൂടെ സ്കിന്നിന് കൊടുക്കും. ഇപ്പൊ സ്ട്രോബിംഗ് ക്രീം നിങ്ങൾ വാങ്ങിക്കണമെന്ന് തന്നെയില്ല, നിങ്ങളുടെ കയ്യിൽ ഒരു പൗഡർ അല്ലെങ്കിൽ ലിക്വിഡ് ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് മോയ്സ്ചറൈസറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രോബിംഗ് ക്രീം ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കാം. എന്റെ കയ്യിൽ ഒരുപാട് നാളായിട്ടുള്ള ഒരു ഹൈലൈറ്റർ ആണ് ദ ബാം കോസ്മെറ്റിക്സിന്റെ ബോണി ലൂമിനൈസർ. ഭയങ്കര ഷിമ്മറി ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ ആണ്. ഇതിന്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് റീക്വിലിന്റെ ഈ സെറമൈഡ് ആൻഡ് ഹൈറലോണിക് ആസിഡ് മോയ്സ്ചറൈസർ ആണ്. ഇതെന്റെ ഡെയിലി മോയ്സ്ചറൈസർ ആണ്. വളരെ നല്ല മോയ്സ്ചറൈസർ ആണിത്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഹൈലൈറ്ററിൽ നിന്ന് കുറച്ച് സ്ക്രേപ്പ് ചെയ്ത് ഈ ഒരു പാലറ്റിലോട്ട് ഇടുകയാണ്. ഇങ്ങനെ ഇത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. ഒട്ടും തന്നെ തരിയായിട്ട് വരരുത്. നന്നായിട്ട് ക്രഷ് ചെയ്ത് ഫൈനലി മിൽഡ് ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ എടുത്തിട്ട് അത് ഇതിലോട്ട് ഒരു നല്ല പമ്പ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇതാണ് നമ്മൾ സ്ട്രോബിംഗ് ക്രീം വീട്ടിലുണ്ടാക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡബ്ബയിൽ ഇട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് എനിക്കൊരു ഡബ്ബ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ പാലറ്റിൽ മിക്സിംഗ് പാലറ്റാണ്, മേക്കപ്പ് മിക്സിംഗ് പാലറ്റാണ്. ഇത് നന്നായിട്ട് മിക്സായി. ഇതൊരു ലിക്വിഡ് ഹൈലൈറ്റർ ആയിരുന്നെങ്കിൽ ഭയങ്കര ഈസി ആയിരുന്നേനെ. ലിക്വിഡ് ഹൈലൈറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. കണ്ടോ, ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീം ആയിട്ട് വന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒരു ഡബ്ബയിലിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരു 1 വീക്ക് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ലാക്മേയുടെ ലൂമി ക്രീം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലാക്മേയുടെ ലൂമി ക്രീം എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ സട്ടിലായിട്ടുള്ളൊരു ഹൈലൈറ്റിംഗ് ഇഫക്റ്റ് ഇത് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടോ, ചെറിയൊരു ഗ്ലോ ഉണ്ടോ കയ്യിൽ? ഇതാണ് സ്ട്രോബിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിൽ കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടും വളരെ ഒരു യൂത്ത്ഫുൾ ലുക്കിംഗ് ആയിട്ട് തോന്നും. അതാണ് സ്ട്രോബിംഗ് ക്രീമിന്റെ ഉദ്ദേശം. നമ്മുടെ ഹോം മെയ്ഡ് സ്ട്രോബിംഗ് ക്രീം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ടോ? ആ മോയ്സ്ചറൈസർ ആഡ് ചെയ്തുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ഇത് ബ്ലെൻഡ് ആവുന്നത്. കാണാമോ, എന്റെ കയ്യിൽ നല്ലൊരു ഗ്ലോ ഉണ്ട്. കണ്ടോ, ഇനി ഇത് നമുക്ക് ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം. എന്റെ കയ്യിലുള്ള സ്ട്രോബിംഗ് ക്രീം എന്ന് പറയുന്നത് ലാക്മേയുടെ ലൂമി ക്രീം ആണ്. ഇതും നമ്മളിപ്പോ ഉണ്ടാക്കിയ സ്ട്രോബിംഗ് ക്രീമും തമ്മിൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ലാക്മേയുടെ ലൂമി ക്രീം. ഫേസിന്റെ ഈ സൈഡിൽ ഇത് അപ്ലൈ ചെയ്യാം. ഗ്ലോ കണ്ടോ? ഫേസിന്റെ ഈ പാർട്ടിൽ ഞാൻ ലാക്മേയുടെ ലൂമി ക്രീം അപ്ലൈ ചെയ്യാണ്. ഈ ഗ്ലോ ഉണ്ടോ? ഇതാണ് സ്ട്രോബിംഗ് ക്രീം ചെയ്യുന്നത്. നല്ല ഹൈഡ്രേഷൻ ഉണ്ട്, അതനുസരിച്ച് ഗ്ലോയിങ് കൊടുക്കും. ഇനി നമ്മൾ ഉണ്ടാക്കിയ സ്ട്രോബിംഗ് ക്രീം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്. പിന്നെ ഈ ഹൈലൈറ്ററിന് ഒരു ചെറിയ ടിന്റ് ഉണ്ട്, ഒരു ഗോൾഡൻ ടിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ഷീൻ ആണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. സി, നമ്മളിപ്പോ ഉണ്ടാക്കിയ നമ്മുടെ സ്ട്രോബിംഗ് ക്രീം ആണ്. ഈ ഭാഗത്ത് ലാക്മേയുടെ സ്ട്രോബിംഗ് ക്രീം. ഇത് കുറച്ചുകൂടെ ലിക്വിഡി ആയതുകൊണ്ട് ഇതിന് കുറച്ച് എന്താണ് ബ്ലെൻഡിങ് കുറച്ച് ഈസിയാണ്. ഈ ഭാഗത്ത് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തുള്ളൂ മോയ്സ്ചറൈസർ. പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതും കുറച്ചുകൂടെ ക്രീമി ആയിട്ട് വരും. പക്ഷെ രണ്ടിന്റെയും പെർഫോമൻസ് ഏകദേശം ഒരേപോലെയാണ്. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വന്തം സ്ട്രോബിംഗ് ക്രീം ഉണ്ടാക്കാവുന്നതാണ്, ഞാനിപ്പോൾ കാണിച്ചതുപോലെ. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ട്രോബിംഗ് ക്രീംസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഫൗണ്ടേഷന്റെ കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഹൈലൈറ്റർ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കൂടുതൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് മാത്രം മതിയെങ്കിൽ നിങ്ങൾ കൂടുതൽ മോയ്സ്ചറൈസർ അതിന്റെ കൂടെ ചേർക്കുക. പക്ഷെ ഹൈലൈറ്റിംഗ് ഇഫക്റ്റ് കൂടുതൽ വേണമെങ്കിൽ ഹൈലൈറ്റർ കൂടുതൽ ചേർക്കുക. അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്റെ അടുത്ത് പറയണം. ഈ പൗഡർ ഹൈലൈറ്ററിന് പകരം ലിക്വിഡ് ഹൈലൈറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്തിട്ട് പറയണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.